ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്ത് കാത്തിരുന്ന നമ്മുടെ കരിസ്മ ആറിൻ്റെ ഫ്രണ്ട് കിറ്റ് ഒറിജിനൽ വന്നിട്ടുണ്ട് ഗേസ്. പിന്നെ കൂടെ കുറച്ച് സ്പെയർ പാർട്സുകളും വന്നിട്ടുണ്ട്, കുറച്ച് ബോഡിക്കിൻ്റെ ഭാഗങ്ങൾ, നെട്ട് ബോട്ട് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നതാണ് ഗേസ്. അപ്പോൾ അതേ ഇതൊക്കെയാണ് നമ്മുടെ സ്പെയർ പാർട്സുകൾ വന്നത്. ഹീറോൻ്റെ ഒറിജിനൽ ജിനു പാർട്സുകളാണ്. കുറേയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ച സംഭവം. ഷോറൂമിൽ നിന്നും പല സ്ഥലത്തു നിന്നും ഡൽഹിയിൽ നിന്ന് അവിടെ നിന്നൊക്കെ ആയിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് ഇതിൻ്റെ പെയിൻറ്റിങ് സംബന്ധമായ കാര്യങ്ങളാണ് കാണിച്ചത്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തതുണ്ടെങ്കിൽ കണ്ടിട്ട് വരിക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിതിൻ്റെ പെയിൻറ്റിങ് ചെയ്ത ഡീറ്റെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ വെച്ചാൽ വരെ നമ്മുടെ ചാനലിൽ മെയിനായിട്ട് ഓഫ് റോഡ് വീഡിയോ ആണ്, ഓഫ് റോഡ് അഡ്വഞ്ചർ. ഭ്രാന്തന്മാരുണ്ടെങ്കിൽ വേഗം പോയി നമ്മുടെ ചാനലിലെ വീഡിയോ കാണും. അപ്പോൾ നമ്മൾ പഴയ ഫ്രണ്ട് കിറ്റ് പെയിൻ്റ് അടിച്ച് ഇവിടെ വച്ചിട്ടുണ്ട്. ബാക്കി കാണാൻ ഭൂരിഭാഗം സാധനങ്ങളും അതിൻ്റെ അസംബ്ലിങ് സാധനങ്ങളുണ്ടോ. അപ്പോൾ ഇതേ ഈ രണ്ട് വലിയ ബോക്സ് ഈ ഫ്രണ്ട് കവറിങ്ങിൻ്റെ രണ്ട് സൈഡുമാണ്, ലെഫ്റ്റും റൈറ്റും. അത് തുറന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് റൈറ്റ് സൈഡാണ് ഒറിജിനൽ. ഈ ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം 2500 രൂപയാണ്. രണ്ട് സൈഡാകുമ്പോൾ 5000 രൂപയായി. അതാണ് ഇതിൻ്റെ വില കിട്ടി ഞെട്ടിയെന്ന് പറഞ്ഞാൽ. ഹീറോൻ്റെ ഒറിജിനൽ പെയിൻറ്റിങ്ങും സ്റ്റിക്കർ വർക്കും കഴിഞ്ഞിട്ട് തന്നെ ഒറിജിനൽ സാധനമാണ്, ഹീറോൻ്റെ ജെന്യൂൻ പാർട്സാണ്. അതുകൊണ്ട് ഇത്ര വില വരുന്നത്. അടുത്ത ബോക്സിലും അത് തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് അങ്ങനെയുണ്ടോ. നമ്മൾ ഓർഡർ ചെയ്ത് ഒരു 10 ദിവസം പിടിച്ചോട്ട് എത്താനായിട്ട്. മച്ചാൻ വരെ അടുത്തത് ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇന്നറിൽ വരുന്ന ഒരു ഈ സംഭവം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു സാധനമുണ്ട്. ഇതൊക്കെ സെപ്പറേറ്റ് പീസാണ്. ഈ പീസ് ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അതിൻ്റെ ഒരു സൈഡാണത്. ഇതിൻ്റെ വില വന്നത് ഇവിടെ വലിയ വിലയൊന്നുമില്ല. സാധനം 180 രൂപയാണ് നമ്മൾ പ്രിൻറ്റിങ് വന്നേക്കണം. അതുപോലത്തെ ലെഫ്റ്റും റൈറ്റും തന്നെ ഹീറോ ജെന്യൂൻ പാർട്സ്. ഇതിനൊന്നും വലിയ വിലയില്ല, പക്ഷേ ഇത് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക്. പിന്നെ ഇത് ഇങ്ങനെ രണ്ട് സാധനമുള്ളൂ. 40 രൂപ കൊണ്ട് വിലയുള്ളൂ സാധനത്തിന്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും, കരിസ്മ ഉപയോഗിക്കുന്നവർക്ക് അറിയാതെ ഇവിടെ ഒരു പീസുണ്ട്. ഇതിങ്ങനെ രണ്ട് സൈഡും ഒരു എല്ല് പോലെ ഒരു അറിയില്ല, ആ സാധനമാണത്. അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്, എല്ലാം ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഇനി അടുത്തതാണ് ഫ്രണ്ട് ഫെയറിങ്ങിൻ്റെ വേറെ സംഭവം ഉണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഈ ഫെയറിങ്ങിൻ്റെ ഇവിടെ ഒരു സാധനം വേണ്ടി കണ്ടോ, ആ സാധനമാണത്. അതിൻ്റെ വില ഏകദേശം 328 രൂപ പ്രിൻറ്റിങ് തന്നെ ഉണ്ട്, 310 രൂപ റേഞ്ച് വന്നുണ്ട്. ഇപ്പോൾ കേസ് കഴിഞ്ഞിട്ടില്ല. നമ്മളത് അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഡൂമാണ് ഫ്രണ്ടിലെ റിഫ്ലക്ടറൊക്കെ വരുന്നത്. എന്താ മോനെ 1300 മുതലാണത് ഫ്രണ്ടിലെ യൂണിറ്റ്. ഫ്രഷ് സാധനം. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇനി അടുത്ത സാധനം എടുക്കാം. ഇത് ടെയിൽ ലൈറ്റ് എത്രയാണ്? 340 രൂപ. അതും ഇവിടെ ഇരിക്കട്ടെ. ഇത് നമ്മൾ ഓർഡർ ചെയ്തില്ല കേട്ടോ, അവിടെ പെരുമ്പാവൂർ ഷോപ്പിലുണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങിച്ചാണ്. പിന്നെ ഈ സാധനം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോഞ്ചിൻ്റെ സ്പോമാണ്. അതിൻ്റെ വൈബ്രേഷൻ കുറയ്ക്കുന്നത്. ഇവിടെ ഈ സൈഡിലൊരു ഉണ്ടോ, കരിസ്മ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും. സൈഡിലൊരു ഫോമുണ്ട് ഇവിടെ, ആ സാധനമാണത്. അതുവരെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടോ. അത് 2 പീസുണ്ട്, 2 ചെറുതുണ്ട്. പിന്നെ വെച്ചാൽ മതി ഇതിൻ്റെ ഫുൾ ഫ്രണ്ട് കിറ്റിങ്ങിലുള്ള നെട്ടും ബോൾട്ടോണി കാണുന്നത് ഉണ്ടോ. ഫുൾ അതിൻ്റെ ക്ലാമ്പ്, മറ്റേ റബ്ബർ ബുഷ്, സ്ക്രൂ എല്ലാം ഉണ്ട്. പിന്നെ അതായത് ഫ്രണ്ടിലെ മീറ്ററിൻ്റെ കൗണ്ടിങ് അറിയണത്, ക്രൗണും പിനിയനും അതിൻ്റെ സാധനം. ഇത് ഇത്രയും വില 350 രൂപ 360 രൂപ വിലയുണ്ട്. നെറ്റും ബോൾട്ടും ഫുൾ സെറ്റിന് 150 രൂപ കൊണ്ട് വാങ്ങിച്ചു തോന്നുന്നു. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ്, ഇൻഡിക്കേറ്റർ യൂണിറ്റ് ഫ്രണ്ടിലെ ഇതാണ് ഇൻഡിക്കേറ്റർ യൂണിറ്റ്. നമ്മുടെ ഫ്രണ്ടിൽ വരില്ലേ, ഇതേ വരുന്ന ഇൻഡിക്കേറ്ററാണത്. ഇപ്പോൾ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റർ അസംബിളിക്ക് റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് ഏകദേശം 150 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ബൾബൊന്നുമില്ല. ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കേസും ഇതിൻ്റെ
അഡാപ്റ്റർ വയർ മാത്രമേ ഉള്ളൂ, വയറിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. മീറ്ററിൻ്റെ സൈഡിൽ ഒരു റബ്ബറിൻ്റെ ബീഡിങ് വരും രണ്ട് സൈഡിലും, അതാണ് ഇതേ കാണുന്നത്. ഇതിനൊരു പാക്കറ്റിന് 175 രൂപ. പിന്നെ അതെ ഫുൾ റബ്ബർ മൗണ്ടിങ്, ഇവിടെ ടാങ്കിൻ്റെ കൂടെ വരുന്ന റബ്ബർ ബുഷുകൾ, ഫുൾ മൗണ്ടിങ് ഹോളിലോട്ട് കയറ്റി വയ്ക്കുന്ന റബ്ബർ ബുഷുകൾ. ഇതൊരു പാക്കറ്റിന് 50 രൂപ. പിന്നെ അതെ ഫിറ്റിംഗ് സ്ക്രൂകൾ ഒരു പാക്കറ്റ്, അത് 150 രൂപ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനമാണ് ഈ പ്ലഗിൻ്റെ അഡാപ്റ്റർ, റെഡ് കളർ. അത് മിക്ക എല്ലാ ഷോപ്പിലും കിട്ടുന്ന സാധനമാണ്. എത്രയാണ് വില? 40 രൂപ 30 രൂപയാണുള്ളൂ. ഈ സെൻറ്റർ T4ൻ്റെ നെറ്റ് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, അതേ പുതിയത് ഒരെണ്ണം 40 രൂപ കണ്ടായി. പഴയതാകെ തുരുമ്പിടിച്ച് പോയതാണ്, ഇപ്പോൾ പുതിയത് ഒരെണ്ണം കയറ്റാമെന്ന് വിചാരിച്ച്. എന്താ പിന്നെ അടുത്ത് നമ്മുടെ കേബിളാണ്. 2 കേബിൾ വാങ്ങിച്ചു, ക്ലച്ചും വാങ്ങിച്ചു, മീറ്റർ കേബിളും വാങ്ങിച്ചു. ക്ലച്ച് കേബിളിന് 110 രൂപ, മീറ്റർ കേബിൾ 95 രൂപ വരുന്നുണ്ട്. എല്ലായിടത്തും കിട്ടുന്നതാണ്. പിന്നെ ഇനി നമുക്ക് ആക്സിലേറ്റർ കേബിൾ വാങ്ങിക്കണം. അത് 2 കേബിളാണ് തന്നെ, കരിസ്മ ഉപയോഗിക്കണവർക്ക് അറിയാം. കേബിൾ 1, കേബിൾ 2. പിന്നെ തേടി അലഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ് മീറ്ററിൻ്റെ കേസും അതിൻ്റെ ഗ്ലാസ് കേസും. അത് നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് യൂണിറ്റ് ഒരു സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. അവന്മാർ നല്ല റേറ്റ് വാങ്ങിച്ചു, ഡബിൾ റേറ്റ് വാങ്ങിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. സംഭവം കിട്ടാനില്ല, അതുകൊണ്ട് വാങ്ങിച്ചാണ് ഞാൻ. അതുകൊണ്ട് സാധനം വന്നിട്ടുണ്ട്. ഞാൻ കണ്ണൂർ ഷോപ്പിൽ നിന്ന് എത്തിച്ചാണ്. തുറന്നോടാം. മീറ്റർ കേസിൻ്റെ അതിൻ്റെ ഗ്ലാസ് യൂണിറ്റാണത്. ഗ്ലാസ് ഫ്രഷ് സാധനമാണ്. 300 ജില്ലാൻ്റെ കൊണ്ട് വില ഉള്ളൂ തോന്നുന്നു. പക്ഷേ ഇവർ എൻ്റെ അടുത്ത് 500 ജില്ലാൻ്റെ വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ ഇവിടെ 2 ബട്ടണുണ്ട്. ആ ബട്ടൺ സെപ്പറേറ്റ് അവർ പൈസ വാങ്ങിച്ചിട്ട്, ഒരു ബട്ടൺ 60 രൂപ വെച്ചിട്ട്. ഇതിൻ്റെ ടോപ്പിലുള്ളൊരു കവറുണ്ട്, അത് എങ്ങും കിട്ടാനില്ലാന്ന് തോന്നുന്നു. ഷോറൂമിലൊരു സാധനമില്ല. വരുത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ സ്പെയർ എടുക്കുന്ന ഒരു ഷോപ്പിലൊരു പുള്ളി. ഇനി അത് വന്നിട്ട് നമുക്ക് നോക്കാം. അതിനിപ്പോൾ പഴയ വെച്ചിട്ട് തന്നെ ഫിറ്റ് ചെയ്യാം. പിന്നെ നമ്മളിത് ഗിയർ ലിവർ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗിയർ ലിവർ വളരെ മോശമാണ്, കുറേ നാളായതല്ലേ, 10 കൊല്ലം പഴക്കമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 190 രൂപയാണ്. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് 2 ഐറ്റോടെ ഉള്ളൂ. ഒന്ന് ഫ്രണ്ടിൽ നമ്മുടെ വിൻഡ് സ്ക്രീനാണത്, ഒറിജിനൽ തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് 385 രൂപ, പൊട്ടിച്ചുള്ള കേട്ടോ. പിന്നെ ഈ 2 സൈഡ് വാൻ്റെ ബ്ലാക്ക് പീസുകൾ, വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ കമ്പനി വില എന്ന് പറഞ്ഞാൽ 490 രൂപയാണ് ഒരെണ്ണത്തിന്. ഞാൻ ഈ സാധനം മറ്റേ UGC ഡൽഹിയിൽ നിന്ന് വരുത്തിച്ച് ഒരെണ്ണത്തിനെ കണ്ട് 200 ജില്ലാനുള്ളൂ. അത്രയും വില വ്യത്യാസമുണ്ട്, ക്വാളിറ്റി വ്യത്യാസമുണ്ട്. നല്ല ഫിനിഷിംഗ് ആണ്. മറ്റേത് രണ്ടാമത് പെയിൻ്റ് അടിക്കണം, അത്രയ്ക്ക് ഫിനിഷിംഗ് അല്ല. ഈ പീസ് ഇത് ഇവിടെ വരുന്ന പീസാണ് കേട്ടോ. ബാക്കി വൈറ്റ് പീസ് സൈഡിൽ, അതിൻ്റെ മുകളിൽ ടോപ്പിൽ അതൊക്കെ ഇത് അറ്റാച്ച് ചെയ്ത് സ്ക്രൂ ചെയ്ത് വെക്കണം വൈറ്റ് പീസിൽ. അത് നമ്മൾ ഇനി ഫിറ്റിങ് ചെയ്യണം. അടുത്ത വീഡിയോ നമുക്ക് ഇതിൻ്റെ ഫുൾ സ്റ്റോക്ക് ഫിറ്റിങ്സാണ്, സ്റ്റോക്ക് രൂപത്തിലോട്ട്. അപ്പോൾ വെച്ചാൽ വരെ കമ്പനിയിൽ കണ്ടുപോലെ വില കെട്ടി ഞെട്ടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില കിട്ടാനാണ്. ഒരു പീസ് 2500 രൂപ വില, 2 പീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 5000 രൂപയായി. 5000 രൂപയ്ക്ക് നമുക്ക് ഫുൾ കിറ്റ് മറ്റേ SIയുടെ അല്ലെങ്കിൽ UGC ഡൽഹിയിൽ നിന്ന് കിട്ടും. വ്യത്യാസം എന്ന് പറഞ്ഞാൽ വിലയിൽ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ക്വാളിറ്റിയുടെ വ്യത്യാസമുണ്ട്. നല്ല അടിപൊളി ABS ആണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ഫിറ്റിംഗ് മോഡ് നല്ല സ്ട്രോങ്ങാണ്, കാര്യങ്ങളെല്ലാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒറിജിനൽ ജിനുവൽ പാർട്സും മറ്റേ ഡൽഹിയിൽ നിന്ന് വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ പറ്റില്ല, സെക്കൻഡ് ക്വാളിറ്റി ഐറ്റം തമ്മിൽ വ്യത്യാസം. ഫുള്ള് സ്പെയർ പാർട്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ള കയറി നോക്കുക റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചാമര ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട്, ഹീറോൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെയും ബൈ ബൈ.